ഡിപ്രഷനൊക്കെ അടിച്ച് മൂഞ്ചി തിരിഞ്ഞിരിക്കുമ്പോ വെറുതെ ഒരു 2 റൗണ്ട് ഇതിലൂടെ പോവാ. കിഡിലനാണ്. ഹലോ. രാത്രി ഷിഫ്റ്റിന്റെ ഇടയിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് പ്രവീണേട്ടന്റെ കോള് വരുന്നത്. നാളെ നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി കെട്ടും കെട്ടി ഇറങ്ങി. മക്കളെ, നിങ്ങള് ലാൻഡിനും മറൈൻ വ്യൂ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കൂടെ പോര്, നമ്മൾ ലാൻഡിനും മറൈൻ വ്യൂ കാണാൻ പോവാണ്. പൊളി കിണ്ണം കാച്ച സ്ഥലമാണ്. UK തന്നെ അടിപൊളി ഡ്രൈവ് ത്രൂ ആണ്. നിങ്ങൾ നോക്കിയത് ഈ കാണുന്ന കവാടത്തിൽ നിന്നും 5 പൗണ്ടിന്റെ ഒരു ടോൾ എടുത്തിട്ട് വേണം നമ്മൾ യാത്ര ആരംഭിക്കാൻ വേണ്ടിയിട്ട്. ലാൻഡിനും പ്രകൃതി സ്നേഹികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടം. അറബിക്കടലിന്റെ ശാന്തമായിട്ടുള്ള തിരമാലകളും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും അതാണ് സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് മറൈൻ ഡ്രൈവ് നിർമ്മിക്കപ്പെട്ടുള്ളത്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു പ്രധാന എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു ഇത്. ഇന്ന് ഈ പാത ലാൻഡിനോയുടെ ചരിത്രത്തിന്റെയും പ്രകൃതി ഭംഗിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മറൈൻ ഡ്രൈവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വശത്ത് കടലും മറുവശത്ത് പർവ്വതം നിറഞ്ഞിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ്. നമ്മളെ ഇതിന് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ കണ്ടൊരു മറ്റൊരു കാഴ്ചയാണ് മച്ചാനും ഗേൾഫ്രണ്ടും കൂടെ ഇത് ക്ലൈംബിങ് നടത്താൻ നിൽക്കുകയാണ്. ഈ മലയുടെ മുകളിൽ കയറാൻ നിൽക്കുകയാണ്. പക്ഷേ അവരതിനുള്ള അതിന്റെ ഒരുക്കങ്ങൾ മാത്രം തുടങ്ങിയിട്ടുള്ളൂ. സോ നമുക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. ഗ്രേറ്റ് ഓം എന്നറിയപ്പെടുന്ന വലിയൊരു പാറക്കെട്ടിന് ചുറ്റുമായിട്ടാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാറക്കെട്ടുകൾക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പുരാതനമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അന്നത്തെ എഞ്ചിനീയറിംഗ് വൈവിധ്യം എത്രമാത്രം പുരോഗതി ഉള്ളതായിരിക്കും. അന്നത്തെ എഞ്ചിനീയർമാരും ജോലിക്കാരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു രീതിയിൽ ഈ പാത നിർമ്മിച്ചെടുത്തിട്ടുണ്ടാവുക. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ ആരെങ്കിലും മറൈൻ വ്യൂ കാണാൻ വരുന്നുണ്ടെങ്കിൽ കഴിയുന്നത് സമ്മർ ടൈമിൽ വരാൻ ശ്രമിക്കുക. കാരണം വിന്റർ ടൈമിൽ വന്നാൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല. ഇവർ പ്രിഫർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് സമ്മർ ടൈം തന്നെയാണ്. ഞങ്ങളുടെ കാഴ്ചകളെല്ലാം കണ്ട് ഈവനിങ് ആയിട്ടുണ്ട്. ഫുഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കൊടുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ശാന്തമായിട്ടുള്ള സ്ഥലം കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഈ മറൈൻ ഡ്രൈവ് ഇത് വെറും സ്ഥലമല്ല കേട്ടോ, ഇതൊരു അനുഭവം തന്നെയാണ്. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയുള്ള യാത്ര സഞ്ചാരികളെ മറ്റൊരു ലോകത്തെത്തിക്കുന്ന ഒരു യാത്ര തന്നെയാണ് കേട്ടോ.